നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ഞാൻ സ്വപ്നം കാണാണോ? ഗ്രഹപ്പിഴ പിടിച്ച കുട്ടിയെ ആട്ടി ഓടിക്കണോന്നും പറഞ്ഞ് ബഹളം വെച്ച ആളാണോ ഇപ്പൊ ദിയമോളെ നല്ല കുട്ടിയാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്? അതേടി, അവസരത്തിനൊത്ത് പ്രകാശ് പ്ലേറ്റ് മാറ്റി മറച്ചും വയ്ക്കും. ദിയമോളെ കുറ്റങ്ങൾ നിരത്തി തള്ളി പറഞ്ഞില്ലായിരുന്നെങ്കിലേ അവൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് ഞാനും വഹിക്കേണ്ടി വന്നേനെ. ഞാനൊരു ഉടക്ക ലൈൻ ഇട്ടതുകൊണ്ട് കുട്ടിയുടെ എല്ലാ ചെലവുകളും വന്ദന വഹിക്കാന്ന് സമ്മതിച്ചില്ലേ? എന്റെ സമ്പാദ്യത്തിൽ നിന്ന് കാൽ കാശ് പോലും വേസ്റ്റ് ആവില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അപ്പൊ ആ ലാഭമാണ് ദിയമോളെ അംഗീകരിക്കാൻ കാരണം. അതെ. ഇനി കുട്ടിയെ വന്ദനയോ അച്ഛനോ ആര് വേണമെങ്കിലും സംരക്ഷിച്ചോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. ഓ, ഈ അച്ഛന്റെ മണ്ട സമ്മതിക്കണം. ഇങ്ങനെയുണ്ട് ഒരു പിശുക്ക്. പോടാ പോടാ പോടാ, പോയി കിടന്നുറങ്ങടാ. എടി, നീ കിടക്കുന്നില്ലേ? നീ എന്താ ആലോചിക്കുന്നത്? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഏറ്റെടുക്കുന്നത് മഹാപുണ്യമാണെന്നാണല്ലോ ഇവിടെ ചിലരുടെയൊക്കെ അഭിപ്രായം. എന്നാ എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല. വന്ദനേച്ചിയെ താലി കെട്ടാൻ തയ്യാറാവുന്ന ആള് തട്ടിപ്പോകുന്ന ജാതകക്കുറിപ്പ് സത്യമാണെന്ന് തെളിഞ്ഞു. എന്തായാലും ജോൽസിനൊരു പരസ്യമായി. ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. നിങ്ങളുടെ പെങ്ങളെ കെട്ടിയ ഒരു പെങ്കൊച്ചിന്റെ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്ന അവസ്ഥ കൂടി ആയല്ലോ. ഈ ജന്മം വന്ദനേച്ചി ആരും തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ല. എന്താ മനോജിന്റെ നാക്കിറങ്ങി പോയോ? ഞാൻ അന്യ കുടുംബത്തിലെ പെണ്ണ. നിന്റെ വന്ദനേച്ചി നന്നായാലും മോശമായാലും എനിക്കൊരു ചുക്കും വരാനില്ല. അതുപോലെയാണോ സ്വന്തം സഹോദരനായ നീ? ഞാൻ എന്തു വേണമെന്ന നീ പറയുന്നേ? നിന്റെ ചേട്ടൻ പ്രകാശിനെ പോലെ നീയും ശക്തമായ ഭാഷയിൽ വന്ദനേച്ചിയെ ചോദ്യം ചെയ്യണമായിരുന്നു. ഞാനേ ചോദ്യം ചെയ്യാൻ ചെന്ന എന്റെ വായടപ്പിക്കാൻ എല്ലാവരുടെയും പക്കലുണ്ടല്ലോ മൂർച്ചയുള്ള ഒരു ആയുധം. നിന്നെ പ്രേമിച്ച് മതില് ചാടിച്ചു കൊണ്ടുവന്ന ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത, ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കുടുംബദ്രോഹിന്ന്. അത് കേൾക്കുമ്പോ എന്റെ സർവ്വ കോൺഫിഡൻസും പോവും. വന്ദനേച്ചി വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോ അനുജനായ ഞാൻ തന്നിഷ്ടപ്രകാരം നിന്നെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ചേച്ചി ഒറ്റത്തടിയായി നിന്ന് പോയതെന്ന ആരോപണവും എന്റെ പേരിലുണ്ട്. ഒരു തരത്തിൽ നോക്കിയാ അതിലും സത്യമില്ലാതില്ല. നിർത്തടാ. നിന്നോടുള്ള പ്രേമം മൂത്ത് വട്ടിളക്കി ചാടി വന്നതൊന്നും അല്ല ഞാൻ. എന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയൊന്ന് പറഞ്ഞ് നീ മൂങ്ങിയപ്പോഴേ എനിക്ക് ആ സാഹസം ചെയ്യേണ്ടി വന്നു. അതിന്റെ അവഗണനയും ഒറ്റപ്പെടുത്തലും ഒക്കെ ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുവോ? കാശിന് കൊള്ളാത്ത കഴുതോട് വെറുതെ നോക്കിട്ടരച്ചിട്ട് എന്താ കാര്യം? മോറങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.